അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മൾ ഗോകർണയിൽ നിന്ന് ഗോവയിലേക്ക് ട്രെയിൻ കയറി നമ്മൾ രാവിലെ പുലർച്ചെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഗോവയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗോവ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സ്കാം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഗോവയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബെറ്റർ പറയുന്നത് അവിടെ ഒരു പാക്കേജ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്കൂട്ടിയുടെ 360 ഡിഗ്രി ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണത്. എന്നിട്ട് ഞങ്ങൾ ആ ഒരു സ്കൂട്ടി കൊണ്ട് ആദ്യം ചെന്നത് നേരെ ഫ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രഷ് അപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് ഇട്ടുള്ളത് ലുക്കിനല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റോഡ് സൈഡിൽ പലതും നമ്മൾ കാണും, ഗോവയാണ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഫ്രഷ് അപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാണുന്ന ഒരു മലയാളി ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് നമ്മൾ രാവിലെ കഴിച്ചിട്ടുള്ള ഫുഡ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പാക്കേജിൽ ഉള്ളത് തന്നെയാണ്. എന്നിട്ട് ഞങ്ങൾ ആദ്യം ഗോവയിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ തപ്പിയത് അവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ല സ്പോട്ട് ഉണ്ടോ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് ആ ഒരു സ്പോട്ട്. അപ്പോൾ ഫൗണ്ടൈനാസ് എന്നാണ് ഈ ഒരു സ്പോട്ടിന്റെ പേര് വരുന്നത്. നമ്മുടെ ഈ ഒരു എറണാകുളത്തൊക്കെ ഉള്ള ഫോർട്ട് കൊച്ചി ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു വൈബാണ് ഇവിടെ. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഓൾഡ് ഗോവ ചർച്ച് കട. അപ്പോൾ ആ ഒരു ചർച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഞങ്ങൾ റൂമിൽ തന്നെ വന്നു. അപ്പോൾ ഈ ഒരു കാണുന്ന WS ബീച്ച് റിസോർട്ട് ആൻഡ് സ്പാ എന്നുള്ള ഈ റിസോർട്ടിലാണ് ഞങ്ങൾ റൂം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ലക്ഷറി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പോൾ ഇരുട്ടാണ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ കയറി കുളിച്ചു. അപ്പോൾ ഈ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ നമ്മുടെ ഒരു പാക്കേജിൽ ഇല്ലാനായിട്ട് നമ്മൾ ഈ ഒരു റിസോർട്ടിലുള്ളതാണ്. എന്നാൽ നൈറ്റ് ഗോവ കാണാൻ വേണ്ടി ഞങ്ങൾ ഇതാണ് കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഗ്ലാസ് പിന്നെ വെച്ചിട്ടുണ്ടോ, ഗ്ലാസ് എപ്പോഴും നമുക്ക് സേഫ് ആണ്. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ പോകണ അച്ചും ഫാസിലോട്ടോ ആ ഒരു പെണ്ണിനെ നോട്ട് ചെയ്ത് പോകണോ. എന്നിട്ട് ഞങ്ങൾ പോയത് ആ ഒരു ബാഗ ബീച്ച് കട. ബാഗ ബീച്ചിന്റെ കോല കാണുന്നത് ആകെ ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ്. പിന്നെ അവിടെ വലിയൊരു എയിം ഞങ്ങൾക്ക് തോന്നിയില്ല, കാരണം അവിടെ ഫുള്ള് വെള്ളടിയന്മാരാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് അവിടെ പബ്ബിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ പബ്ബിന്റെ ഒരു കോലാണ് ഈ കാണുന്നത്, ഫുള്ള് പെണ്ണുങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാണുന്ന ഒരു കർമ്മ എന്നുള്ള ഈ ഒരു പബ്ബിൽ ഞങ്ങളാണ് കയറിയിട്ട്. അപ്പോൾ അതിന്റെ ഉള്ളിൽ വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനം ഞങ്ങൾ പബ്ബിൽ നിന്ന് ഒരു 1:45 ആകുമ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. എന്നിട്ട് പിന്നെ നേരെ നമ്മുടെ റിസോർട്ടിൽ തന്നെ പോയിട്ടു. അപ്പോൾ ബാക്കി നാളെ